ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണല്ലോ ദൈവമേ. ഓക്കെ, ഇത് ഗുഡ് മോർണിംഗ് തന്നെയാണ്. 6:45 അല്ല 5:45 എന്തായിട്ടുള്ളൂ. നമ്മൾ അമ്പലത്തിൽ പോകണം. ഇപ്പം നമ്മൾ അമ്പലം വിസിറ്റുള്ള ദിവസങ്ങളാണ്, പക്ഷേ ദിവസമാണ് ലീവ് പോയിട്ടിരിക്കുക. അപ്പം നമുക്കത് ഞാൻ അപ്പം വിചാരിച്ചപ്പോൾ ഒന്നൊരു ലോങ് വീഡിയോ എടുക്കാം. എന്തായാലും അമ്പലത്തേക്കൊക്കെ പോവാണല്ലോ, അപ്പോൾ നല്ല രസമായിരിക്കും. പ്രോജൊന്നുമില്ല. ഇവിടുന്ന് ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങും. എന്നിട്ട് നമ്മൾ നേരെ പല്ലിശ്ശേരി അമ്പലത്തിൽ പോകും. പിന്നെയുള്ള അമ്പലങ്ങൾ എനിക്കങ്ങനെ ഓർഡർ വൈസ് അറിയില്ല. പോണ വഴിയൊക്കെ ഞാൻ കാണിക്കാം, എന്നിട്ട് ഓൺ വോയിസ് ഇടാം. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുമായിരിക്കും, അത് കാണിക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഒരു ഔട്ടിങ്ങൊക്കെ കാണാം. സോ ഞാൻ റെഡിയാവാൻ പോവാണ്. കണ്ണൊക്കെ കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ റെഡിയാവാം. പല്ല് തേക്കാൻ ഫസ്റ്റ്. എനിക്ക് ടോപ്പ് അത്യാവശ്യം ലൂസാണ്, ബട്ട് ഞാൻ വിചാരിച്ചു അമ്പലത്തേക്കൊക്കെ പോവാണല്ലോ, അപ്പോൾ നമ്മൾ ഇത്തിരി അണിഞ്ഞൊരുങ്ങി പോകണ്ടേ, അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. ഓൾറെഡി ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു കേട്ടോ. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഇപ്പോൾ ഞാൻ സൺസ്ക്രീൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എൻ്റെ മുഖം ഭയങ്കര ടാനായ ഫീലിംഗ് ഉണ്ട് എനിക്ക്. ടാനൊക്കെ മാറ്റണം. ഒരു ഗെറ്റ് റെഡി ഞാൻ ഗെറ്റ് റെഡി ആക്കാം. ഞാൻ എന്തായാലും റെഡി ആയിട്ട് കാണാം. ഞാൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോവാം. കുഞ്ഞാപ്പ് ഹായ് പറഞ്ഞ ഒരു ഹായ്. ചെറിയമ്മയുടെ ചെരുപ്പാ. ബാവയ്ക്ക് വേറെ ചെരുപ്പല്ലേ? ഒരു ഹായ് പറയോ? ഇവിടെ നോക്കി പറ, ഇവിടെ വീഡിയോയിൽ ഹായ് പറ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കോ? ഇങ്ങോട്ട് നോക്കി പൊന്നെ. ഞങ്ങൾ എല്ലാവരും ഒരു 7 മണിയായപ്പോൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. ഞങ്ങൾ ആരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും വണ്ടി കയറിയിട്ട് പിന്നെ ഉണ്ണിക്കുള്ള സാധനങ്ങൾ, ഉണ്ണിക്കുള്ള സ്പെയർ ഡ്രസ്സ്, പിന്നെ ഉണ്ണിക്ക് തന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ ആ ഒരു ലൈറ്റിൽ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ കുറേ നേരം എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ എന്തായാലും ഒരു 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയത് പല്ലിശ്ശേരി അമ്പലത്തിലാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തട്ടകത്ത് അമ്മയാണത്. നമ്മൾ അവിടെ തന്നെ പോയിട്ടുണ്ട് ഫസ്റ്റ്. അവിടെ എത്തിയപ്പോൾ നട അടച്ചിരുന്നു. അപ്പോൾ നമ്മൾ വഴിപാടിനുള്ള റെസിപ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴും തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വലം വെച്ചിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അകത്തുള്ള സീൻസ് ഒന്നും ഞാൻ ഒരു അമ്പലത്തിൻ്റെ എടുത്തിട്ടില്ല, കാരണം അതങ്ങനെ റിസ്ട്രിക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറേ അമ്പലത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതങ്ങനെ എടുത്തില്ല. പുറത്തുള്ള ചെറിയ ചെറിയ സീൻസൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പല്ലിശ്ശേരി അമ്പലത്തിലെ ഏറ്റവും പ്രത്യേകത അവിടുത്തെ പായസം തന്നെയാണ്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ? നമ്മളവിടെ ഏത് വർഷം പോയാലും എല്ലാ വർഷവും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എപ്പോഴൊക്കെ പോകുന്നപ്പോഴൊക്കെ ആ പായസം വാങ്ങാറുണ്ട്. എന്ത് ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായി നമ്മുടെ തൃപ്രയാർ അമ്പലത്തിലേക്ക് എത്തുന്നത്. തേക്കാലായപ്പോഴാണ് നമ്മൾ പല്ലിശ്ശേരി ഇറങ്ങിയത്. അങ്ങനെ ഒരു 8:45 ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തൃപ്രയാർ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒന്നും. പിന്നെ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ നമ്മൾ കഴിച്ചില്ല കേട്ടോ. നമ്മൾ തൃപ്രയാർ അമ്പലത്തിലാണ് വന്നേക്കുന്നത്. എന്തൊരു വെളിച്ചം. ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഇൻട്രോ കൊടുക്കണ്ടേ ആട്ടോ.
തൃപ്രയാറമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 10:30 കഴിഞ്ഞിട്ടാണ് അവണങ്ങാട്ട് അമ്പലത്തിൽ എത്തുന്നത്. അവിടെ വെച്ച് അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് പാമ്പേക്കാട്ടാണ്. അവിടെ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ അതുകൊണ്ട് കുറേ നേരം റിലാക്സ് ആയിട്ടാണ് നിന്നത്. കുറേ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ നമുക്ക് പാൽപ്പായസം കിട്ടി. പിന്നെ അവിടുത്തെ പ്രസാദം തന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും നമുക്ക് അന്നദാനത്തിൻ്റെ സമയം നമ്മളവിടെ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞു. നമ്മളവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മളാണെങ്കിൽ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചാണ് എത്തിയിരുന്നത്. അതും ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളൊരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവ് ഉണ്ടായിരുന്നു. ആവണേങ്ങാട്ടിൽ നിന്ന് പാമ്പേക്കാട്ടിലേക്ക് അത്യാവശ്യം നല്ല ഡ്രൈവ് ഉണ്ടായിരുന്നു. കമ്മലൊക്കെ ഇവിടെ വെച്ചു. ഇനി പോവാം, വീട്ടിൽ പോവാം. ബൈ.